ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആർക്കും വില കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഞായറാഴ്ചയൊക്കെ കുർബാനയ്ക്ക് വരുമ്പോൾ ആ കുർബാനയേക്കാൾ വലിയ അളിയൻ വീട്ടിൽ വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുർബാന മുടക്കത്തില്ലേ? നിങ്ങളുടെ കാര്യത്തിൽ ഒരു കൊല്ലത്തെ ബാധ്യതയാണ് വലിച്ചു വെക്കണത്. ഒരു കൊല്ലത്തെ കാര്യം നിങ്ങൾ പിടികൊടുത്തു പോയി ദൈവത്തിന്. കാര്യം എന്താ? നിങ്ങളുടെ ദൈവം അളിയനായിപ്പോയി. അതുകൊണ്ടാണ് ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയണത്. ഈ വലിഞ്ഞു കയറി പണ്ടാരം നമുക്ക് പണിയുണ്ടാക്കാൻ വേണ്ടി കുർബാന സമയത്ത് കയറി വരാതിരിക്കാൻ വേണ്ടിയാണ് ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കണത്. ആ ഉടമ്പടി കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, പിന്നെ എന്താണ്? തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ബ്ലോക്ക് പ്രാർത്ഥനയാണത്, ബന്ധന പ്രാർത്ഥനയാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിലേക്കുള്ള ജീവിത വഴികളിൽ പിശാച് വരഞ്ഞു കയറി വരരുത്. പിശാച് ചിലപ്പോൾ അളിയൻ്റെ രൂപത്തിൽ വരും, അപ്പൻ്റെ രൂപത്തിൽ വരും. ദൈവത്തിൽ നിന്ന് നിങ്ങളെ തള്ളിക്കളയുന്ന മാതാപിതാക്കന്മാരാണെങ്കിൽ പോലും ദൈവത്തിൽ നിന്ന് നിങ്ങളെ മാറ്റരുത്. ഇപ്പോൾ ചില കുഞ്ഞുങ്ങളില്ലേ, പള്ളിക്കൂടത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് വലിച്ച് അനിയത്തിയുടെ മനസ്സമ്മതത്തിന് കൊണ്ടുപോകും. കാറ്റഗിസവും മുടങ്ങും, പള്ളി കുർബാനയും മുടങ്ങും. ആ കുഞ്ഞ് കുർബാന കൂടിയോ അപ്പം കുഞ്ഞിന് അപ്പം തന്നെ മനസ്സിലാകും കുർബാനയേക്കാൾ വലുതാണ് ആൻറ്റിയുടെ മനസ്സമ്മതം. ആൻറ്റി ഒരു 5 കൊല്ലം കഴിയുമ്പോൾ പിരിഞ്ഞു പോവുകയും ചെയ്യും. രണ്ട് കൊച്ചുങ്ങളെ കയ്യിലുമാണ്.